അകാരണമായി മെലിയുന്നുവോ? ഇത് പലർക്കുമുള്ള ഒരു ഉത്കണ്ഠയാണ്. എന്തെങ്കിലും രോഗത്തെ തുടർന്നാകാമോ ഈ അവസ്ഥ? ഇതും പലരെയും ആകാംക്ഷയിൽ അമർത്തുന്നു. ഏതൊക്കെ അവസരങ്ങളിലാണ് ശരീരഭാരം കുറയാവുന്നത്? ഇത് ഒരു രോഗമായി കാണേണ്ടത് എപ്പോഴാണ്? പ്രത്യേകിച്ച് ഉദരരോഗങ്ങൾ ഇതിന് കാരണമാകാമോ? ഇതേക്കുറിച്ച് പറയുവാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഓസ്ട്രേലിയയിലെ റോയൽ പെർത്ത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർ കണ്ണൻ വേണുഗോപാലാണ്. ഡോക്ടർ, പലർക്കുള്ളൊരു ആങ്സൈറ്റിയാണ്. എന്ന് വെച്ചാൽ മെലിയുന്നുണ്ടോ, ഞാൻ മെലിയുന്നുണ്ടോ? പ്രത്യേകിച്ച് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണുമ്പോൾ പറയാം, അയ്യോ മെലിഞ്ഞു പോയല്ലോ, ക്ഷീണിച്ചു പോയല്ലോ എന്ന്. അപ്പം ശാസ്ത്രീയമായിട്ട് എന്താണ് ഈ മെലിയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരം കുറയുക എന്ന് പറയുന്നത്? ഭാരം കുറയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് പേർപ്പസ്ഫുൾ, one is non-purposeful. Purposeful എന്ന് പറഞ്ഞാൽ somebody wants to lose weight for whatever reason. അതൊരെണ്ണം. പക്ഷെ നോൺ പേർപ്പസ്ഫുൾ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അകാരണമായ ഭാരം കുറയൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെഡിക്കൽ സിംറ്റം തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ 5% വെയിറ്റ് 3 മാസത്തിനുള്ളിൽ കുറയുന്നു, അല്ലെങ്കിൽ 10 കിലോ കുറയുന്നു. ഈ 3 to 6 months, 3 തൊട്ട് 6 മാസത്തിനുള്ളിൽ 10 കിലോ കുറയുന്നു. പല കാരണങ്ങൾ കൊണ്ട് വരാം. ഉദരരോഗങ്ങൾ ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഡയബറ്റീസ്, തൈറോടോക്സിക്കോസിസ്, ചില മരുന്നുകൾ കഴിച്ച് അങ്ങനെ വരാം. പിന്നെ ഉദരരോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാക്കുന്നത്. അതായത് ദാറ്റ് ഇസ് സംതിങ് വി ഡോണ്ട് വാണ്ട് ടു മിസ്. ഓക്കെ, അപ്പോൾ ഭൂരിപക്ഷം പേരിലും ഈ പറഞ്ഞ മാതിരി ഒന്നുകിൽ പിന്നെ ഡയബറ്റീസോ അല്ലെങ്കിൽ തൈറോയിഡ്, ഇത് രണ്ടുമാണ് വളരെ സാധാരണമായി കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നിരന്തരം ഉണ്ടാകുന്ന അണുബാധ, ക്ഷയരോഗം പോലുള്ള ഏതെങ്കിലും അണുബാധയോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ പിന്നെ ഉദര സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാകാം. ഈ ഉദരരോഗങ്ങൾ കാരണം ശരീരം മെലിയുകയാണെങ്കിൽ അതിന് എന്തൊക്കെ തരത്തിലുള്ള ലക്ഷണങ്ങളാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ കൂടി അതിനോടൊപ്പം ഉണ്ടാകാമോ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. ഇപ്പം നമ്മുടെ അലിമെന്ററി ട്രാക്റ്റിനെ, അതായത് നമ്മുടെ വായ തൊട്ട് മലദ്വാരം വരെയുള്ള ട്രാക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. അപ്പർ GIT, അതായത് മോൾ വശത്തുള്ള ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട്, ആൻഡ് ലോവർ GIT. ഇപ്പൊ അപ്പർ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട് എന്ന് പറഞ്ഞാൽ ചെറുകുടലിന്റെ തുടക്കം വരെയാണ് അതിനും അങ്ങനെ പറയുന്നത്. അപ്പോൾ അപ്പർ GIT സിംറ്റംസ്, നമ്മൾ വറി ചെയ്യേണ്ട സിംറ്റംസ്, ഇപ്പോൾ വെയിറ്റ് ലോസിന്റെ കൂടെ നമുക്ക് സ്വോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് നിറയുന്നു, അതായത് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറയുന്നു, ആ ഒരു സിംറ്റം ഉണ്ടോ, അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് നമ്മൾ ഛർദ്ദിക്കുന്നുണ്ടോ, അതൊക്കെ അലാം സിംറ്റംസ് ആണ്. അതുപോലെ അലാം സിംറ്റം ഫ്രം ദ ലോവർ GIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം, അതായത് മലത്തിൽ രക്തം കാണുന്നു, അതും ഒരു അലാം സിംറ്റം ആണ്. അപ്പോൾ ഈ വെയിറ്റ് ലോസിന്റെ കൂടെ ഈ അതർ സിംറ്റംസ്, അതായത് ഈ ഗട്ട് സിംറ്റംസ് വരുവാണെങ്കിൽ അതിനെ തീർച്ചയായും ക്രിട്ടിക്കലായിട്ട് വളരെ പെട്ടെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഡോക്ടർ ഇടയ്ക്ക് പറഞ്ഞു പോയി ക്യാൻസർ ഒരു കാരണമാകാവുന്ന, എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാരണമാണ് ക്യാൻസർ എങ്കിലും ക്യാൻസർ കൂടാതെയുള്ള പല ഉദര രോഗങ്ങളും വെയിറ്റ് ലോസിന് കാരണമാകാം. സാധാരണയായി കണ്ടുവരുന്ന ഏതൊക്കെ ഉദര രോഗങ്ങളാണ്? മാലബ്സോർപ്ഷൻ സെക്കൻഡറി ടു സീലിയാക് ഡിസീസ്. സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. അത് നോർത്ത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണുന്നത്, സൗത്ത് ഇന്ത്യയിൽ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ട്രോപ്പിക്കൽ ഫ്ലൂ, അതൊരു ഇൻഫെക്ഷൻ ആണ്. ഇത് രണ്ടും മാലബ്സോർപ്ഷൻ ഉണ്ടാക്കാം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളിൽ പിടിക്കുന്നില്ല, അതായത് നമുക്ക് അതിന്റെ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തോട്ട് കയറുന്നില്ല, അതെല്ലാം മലമായി അങ്ങ് പോവുകയാണ്. അപ്പൊ അതിന്റെ സിംറ്റം ആയിരിക്കാം ഡയറിയ. അപ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ അതൊരു കാരണമാണ്, ഉദര സംബന്ധമായിട്ടുള്ള കാരണം. മറ്റേതൊന്ന് നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ ഓഫ് ദി ബowel, അതായത് നമ്മുടെ ചെറുകുടലും വൻകുടലും ഇൻഫ്ലെയിംഡ് ആണ്. അപ്പോൾ അതിന് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി ഇല്ല, അപ്പോഴും നമുക്ക് ഡയറിയയും ഉണ്ടെങ്കിലും ഈ പറഞ്ഞ മാതിരി പോഷകാഹാരങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കില്ല. അതായത് നമ്മുടെ അബ്സോർപ്റ്റീവ് സർഫേസ് ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ ഇസ് ലോസ്റ്റ്. ചിലർക്ക് ചില പ്രത്യേകതരം ഭക്ഷണങ്ങളോടുള്ള അലർജി കാരണം അത് കലർന്ന ഭക്ഷണം ചെല്ലുകയാണെങ്കിൽ വയറിളക്കം ഉണ്ടാകുന്നത്, അത് പ്രശ്നം ഉണ്ടാകാം. ഇറ്റ് ഇസ് എ ഫെയർലി കോമൺ സിംറ്റം. നമ്മൾ ജനറലി ദ മെസ്സേജസ് don't avoid or try and eat a normal diet. നമ്മൾ സാധാരണ കഴിക്കുന്നതൊക്കെ കഴിക്കുക. ചില ആൾക്കാരിൽ ഒരു 20% ആൾക്കാരിൽ they will have some type of food allergy. എന്തെങ്കിലും ഒരു സാധനത്തിനോട് നമുക്ക് അലർജി കാണും. അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ലാക്ടോസ് ഉള്ളത്, അതായത് പാല്, ഡയറി പ്രോഡക്ട്സ്, ചീസ്, ബട്ടർ, അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ അലർജി കാണുന്നത്. പക്ഷെ അതൊരു കാര്യമായ കാരണം അല്ല. നമുക്ക് ഇടയ്ക്ക് തുടക്കത്തിൽ ഡോക്ടർ സൂചിപ്പിച്ചു, ചുരുക്കം ചിലർക്കെങ്കിലും ക്യാൻസർ ഒരു പ്രശ്നമാകാം. ഈ ഏത് തരത്തിലുള്ള ക്യാൻസറാണ് ഭാരം കുറയുവാൻ, പ്രത്യേകിച്ച് പൊടുന്നനെ ഭാരം കുറയുവാൻ കാരണമാകുന്നത്? അത് മുൻകൂട്ടി കാണുക സാധ്യമാണോ? ക്യാൻസർ വെച്ച് വെയിറ്റ് കുറയുന്നത് ബാൽ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ, അല്ലെങ്കിൽ ആമാശയത്തിലെ ക്യാൻസർ, അല്ലെങ്കിൽ അന്നനാളത്തിലെ ക്യാൻസർ, ഇസോഫേജിയൽ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ ബാൽ ക്യാൻസർ ആണ് മോസ്റ്റ് കോമൺ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്.
ഇതിനകത്ത് ബാൽ ക്യാൻസർ ഇസ് എൻ എമിനന്റ്ലി പ്രിവെന്റബിൾ ക്യാൻസർ. അതായത് വൻകുടലിൽ വരുന്ന ക്യാൻസർ നമ്മൾ ഒഴിവാക്കാൻ സാധിക്കും. വളരെ ഏർലി തന്നെ ഡിറ്റക്ട് ചെയ്ത് അത് ഒഴിവാക്കാൻ, അതായത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകൾ വളരെ കുറവേ ഉള്ളൂ. അതിൽ ഒരു ക്യാൻസറാണ് വൻകുടലിലെ ക്യാൻസർ. അതായത് നമുക്കത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ക്യാൻ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. അത് ക്യാൻസർ ആവുന്നതിന് മുമ്പേ അതിനെ ചികിത്സിക്കാം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരാൾ 50 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും അവർ ഫീക്കൽ ഒക്കൽ ബ്ലഡ് ടെസ്റ്റ്, അതായത് മലത്തിൽ രക്തമുണ്ടോ എന്ന ടെസ്റ്റ് ചെയ്യിപ്പിക്കും എല്ലാവരെയും കൊണ്ട്. അങ്ങനെ ടെസ്റ്റ് പോസിറ്റീവ്, അതായത് ആർക്കാണോ മലത്തിൽ രക്തം കാണുന്നത് അവരെ കൊണ്ട് അവർക്ക് ദേ ആർ ഓഫേർഡ് ടെസ്റ്റ് കോൾ കൊളോണോസ്കോപ്പി, അതായത് വൻകുടലിൽ ട്യൂബ് ഇട്ട് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ്. അത് വഴി പോളിപ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, പോളിപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ മുഴകളാണ് വൻകുടലിലെ. എല്ലാ വൻകുടലിലെ ക്യാൻസറും ഒരു ചെറിയ പോളിപ്പിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. 1 മില്ലിമീറ്റർ ഉള്ള പോളിപ്പ് 2 മില്ലിമീറ്ററും 1 സെന്റിമീറ്ററും 10 സെന്റിമീറ്റർ ആകുമ്പോഴാണ് 8-10 സെന്റിമീറ്റർ ആണ് അത് ക്യാൻസർ ആവുന്നത്. അത് ഈ 1 മില്ലിമീറ്ററോ 5 മില്ലിമീറ്റർ ഉള്ള സമയത്ത് അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോളിപ്പ് ഇറ്റ് വിൽ നോട്ട് ഗ്രോ ഇൻ ടു ക്യാൻസർ. അത് ഈ കുഴലിൽ കൂടെ തന്നെ എടുത്ത് മാറ്റാൻ പറ്റും. കറക്റ്റ്. ഇത് എല്ലാ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകൾ ഔട്ട് പേഷ്യന്റ് പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ശരീരം മെലിയുന്നുവെങ്കിലും ഇല്ലെങ്കിലും പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും മലത്തിൽ രക്തമുണ്ടോ എന്ന് നോക്കുക. മലത്തിൽ രക്തമുണ്ടെങ്കിൽ പലർക്കും ഈ പൈൽസും വളരെ കോമൺ ആണ്. അപ്പോൾ പൈൽസ് ഉണ്ടാകുമ്പോഴും മലത്തിൽ ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇത് പൈൽസ് മാത്രമായിരിക്കുമെന്ന് ധരിക്കാതെ ഒരു ഡോക്ടറിനെ കണ്ട് ഇത് പൈൽസ് തന്നെയാണെന്നും അല്ലെങ്കിൽ പൈൽസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാകാമോ എന്നുള്ള പരിശോധന ചെയ്യുകയും ഉണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഈ വൻകുടലിനുള്ളിലേക്ക് മലദ്വാരം വഴി ഒരു കുഴൽ കടത്തി നടത്തുന്ന കൊളോണോസ്കോപ്പി എന്ന ടെസ്റ്റ് ഇതിന് വളരെ ഗുണം ചെയ്യും എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഓക്കെ. ആൻഡ് അന്നനാളത്തിലും ആമാശയത്തിലും ഈ വൻകുടലിനെ അപേക്ഷിച്ച് അത്രത്തോളം നല്ല ക്യാൻസറുകളല്ല, പക്ഷെ താരതമ്യേന വിരളമായിട്ട് മാത്രമേ അത് കാണാറുള്ളൂ. ഇന്ത്യയിൽ 6ാമതായിട്ട് ഏറ്റവും കോമൺ 6th മോസ്റ്റ് കോമൺ ക്യാൻസർ ആണ് ബാൽ ക്യാൻസർ. അതും ഇൻ ദ ലാസ്റ്റ് 20 years 1992 തൊട്ട് 2012 വരെയുള്ള ഫിഗേഴ്സ് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻസിഡൻസ് കൂടിക്കൂടി വരുവാണ്. നമുക്ക് ഒരു സ്ക്രീനിങ് പ്രോഗ്രാം ഇല്ലാത്തത് കാരണം ഇതിൻ്റെ ഡിറ്റക്ഷൻ യൂഷ്വലി കുറച്ച് അഡ്വാൻസ് സ്റ്റേജസിലാണ് വരുന്നത്. ഇപ്പോൾ 50 വയസ്സിൽ തുടങ്ങണമെന്നല്ല, 55 വയസ്സിലോ 60 വയസ്സിലോ തുടങ്ങിയാലും നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നാം ശ്രമിക്കണം. ഒരുപാട് ഭാരം പൊടുന്നനെ കുറയുന്നെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടുക.